തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഒഴുക്കിൽപ്പെട്ട നാലംഗ കുടുംബത്തിലെ ഒരാൾ മരിച്ചു. ചെറുതുരുത്തി സ്വദേശി ഷാഹിനെയാണ് മരിച്ചത്. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശരത്ത, എത്ര പേരാണ് ഒഴുക്കിൽപ്പെട്ടത്? ഇപ്പോൾ ഒരാൾ മരിച്ചെന്ന ഏറെ ദുഃഖകരമായ വാർത്തയാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഭാരതപ്പുഴയിലെ ചെറുതുരുത്തി പൈങ്കുളത്തിനടുത്തുള്ള ശ്മശാനക്കടവിലാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് വൈകിട്ടെത്തിയ ഒരു കുടുംബത്തിലെ 4 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഓടയ്ക്കൽ വീട്ടിൽ കബീറിൻ്റെ ഭാര്യ ഷാഹിനയാണ് മരിച്ചിട്ടുള്ളത്. കബീർ, ഭാര്യ ഷാഹിനയും ഇവരുടെ മകളായ 10 വയസ്സുള്ള സറ, ഷാഹിനയുടെ സഹോദരിയുടെ മകനായിട്ടുള്ള 12 വയസ്സുള്ള സനു എന്ന ഫുവാത്ത്, ഇവരാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഷാഹിനയാണ് ഒഴുക്കിൽപ്പെട്ട് ആദ്യം കണ്ടെത്തിയത്. ഇവരെ ചേലക്കരയുള്ള ജീവോദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മറ്റു 3 പേർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഈ സറ എന്ന് പറയുന്ന, ചെറുതുരുത്തിയിലെ സറ എന്ന് പറയുന്ന ബേക്കറി ഉടമയാണ് കബീർ. കബീറിൻ്റെ ഭാര്യ ഷാഹിനയാണ് ഈ ഒഴുക്കിൽപ്പെട്ട് ആദ്യം കണ്ടെത്തിയത്. അവരെ ജീവോദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മറ്റു 3 പേർക്കുള്ള തെരച്ചിൽ വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പൈങ്കുളത്ത് വെച്ച്. മറ്റു 3 പേരും, ഇതിൽ 2 പേര് കുട്ടികളാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കബീർ, സറ, അതുപോലെ തന്നെ ഫവാത്ത് എന്ന് പറയുന്ന 3 പേർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് കുടുംബസമേതം ഇത്തരത്തിൽ അവർ ഭാരതപ്പുഴയോരത്തെത്തിയതായിരുന്നു. അവിടെ കുളിക്കാൻ ഭാരതപ്പുഴയിൽ ഇറങ്ങിയപ്പോഴാണ് ഈ 4 പേരും ഒഴുക്കിൽപ്പെട്ടത്. ആര്യ, തീർച്ചയായും രാത്രിയോടടുക്കുന്നു. ഈ രക്ഷാദൗത്യത്തിന് ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? തിരച്ചിൽ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്? അപകടം വെച്ച ഉടൻ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ തിരച്ചിൽ ആരംഭിച്ചത്. അതിനുശേഷം ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഈ സമയത്തിൻ്റെ ഒരു പ്രതിസന്ധി തെരച്ചിലിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം വൈകുന്നോട് കൂടിയിട്ട് തെരച്ചിൽ അസാധ്യമാകുന്ന ഒരു സാഹചര്യം വരും. ആദ്യഘട്ടത്തിൽ തന്നെ ഷാഹിനയെ കണ്ടെത്തിയിരുന്നു. ഷാഹിനയെ കണ്ടെത്തുന്ന സമയത്ത് അവർക്ക് ജീവനുണ്ടായിരുന്നു. അവരെ ചേലക്കരയുള്ള ജീവോദയ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ രക്ഷിക്കാനായില്ല. മറ്റു 3 പേർക്കാണ് തെരച്ചിൽ നടക്കുന്നത്. ഈ സമയം കൂടുന്തോറും ഇവരെ കണ്ടെത്താനുള്ള പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ, ഇതിനകത്ത് ഫയർഫോഴ്സും നാട്ടുകാരും തന്നെയാണ് നിലവിൽ ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒഴുക്കിൽപ്പെട്ടവരിൽ ഒരാൾ മരിച്ചു എന്ന ഏറെ ദുഃഖകരമായ വാർത്തയാണ് ശരത് ഓങ്ങല്ലൂർ നൽകിയത്.